ഹായ് ഫ്രണ്ട്സ്, സെൻസോറിയം അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ജിഹിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം, ഫിസിക്സിലെ 3rd ചാപ്റ്റർ ആണ്. റെഡി? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഫിസിക്സിന്റെ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ? ആദ്യ 2 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 2 ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതുണ്ടാക്കുന്ന എഫക്റ്റുകൾ അല്ലെങ്കിൽ അതിനുണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന പ്രതിഭാസത്തെ പറ്റിയിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആപ്ലിക്കേഷനുകൾ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു കാര്യങ്ങൾ, ഇവയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിനെ കീ കൺസെപ്റ്റിന്റെയും ബേസിക് ആയിട്ടുള്ള പോയിന്റുകളുടെയും ബേസിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. റെഡി? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചാപ്റ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് എന്ന്. ഈ രീതിയിലാണ് നമുക്ക് ഈ ചാപ്റ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. മറ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ചിട്ട് ഈ ചാപ്റ്റർ അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഞാനിത് പറയുന്നതിനൊരു കാരണമുണ്ട്. തൊട്ട് മുമ്പുള്ള അക്കാദമിക് ഇയറിലാണ് ഫിസിക്സിന്റെ ടെക്സ്റ്റ് മാറ്റം വരുന്നത്. അതുവരെ ഇത്രയും ഭാഗം ഒരു ചാപ്റ്റർ ആയിരുന്നു, ഇത്രയും ഭാഗം അടുത്ത ഒരു ചാപ്റ്റർ ആയിരുന്നു. ടെക്സ്റ്റ് മാറുന്ന സമയത്ത് ഈ 2 ചാപ്റ്ററും ചേർത്ത് ഒരു ചാപ്റ്റർ ആവുകയും കുറച്ച് ഭാഗങ്ങൾ മാറ്റിയെടുത്ത് ഒരു ചാപ്റ്ററായി മാറി. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ലെങ്തി ചാപ്റ്റർ ആണ്. പക്ഷേ ലെങ്തി ചാപ്റ്റർ ആണെങ്കിൽ കൂടിയിട്ട് എല്ലാ എക്സാമുകളിലും നമുക്ക് 7 മാർക്ക് 8 മാർക്ക് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇതിലെ ഓരോ ഭാഗവും കീ കൺസെപ്റ്റുകളും ഏരിയയും നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. ഓരോ ഭാഗത്തും നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളും മുൻപ് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ക്വസ്റ്റ്യനുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാൻ കഴിയും, അടുത്ത ആനുവൽ എക്സാമിന് ഇതിൽ നിന്ന് 7 മാർക്ക് ആയിക്കോട്ടെ 8 മാർക്ക് ആയിക്കൊള്ളട്ടെ, ആ 8 മാർക്കാണെങ്കിൽ 8 മാർക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഈ ചാപ്റ്ററിൽ എന്നോട് കൂടെ ഉണ്ടായിരിക്കുക എന്നത് മാത്രം. റെഡി? നമുക്ക് നോക്കാം. 2 ഏരിയകളിലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അതിന്റെ കൺസെപ്റ്റും. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നു, അതിന്റെ കൂടെ അതിന്റെ കൺസെപ്റ്റും. ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, ബാർ മാഗ്നറ്റും സോളിനോയിഡും ഉള്ള. ഓക്കെ, വീണ്ടും നമുക്ക് പഠിക്കാനുള്ള 2 ജനറേറ്റേഴ്സ് ആണ്. AC ജനറേറ്റർ ഉണ്ട്, DC ജനറേറ്റർ ഉണ്ട്. 2 ജനറേറ്റർ നമുക്ക് പഠിക്കാനുണ്ട്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, അതിൽ ട്രാൻസ്ഫോമർ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ. പവർ ട്രാൻസ്മിഷനിലാണെങ്കിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, നമ്മുടെ വീടുകളിലെ ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ. വാട്ട് അവർ മീറ്റർ, ഇലക്ട്രിക് ഷോക്ക് ആൻഡ് പ്രിക്കോഷൻസ്. ഇതിൽ സാധാരണയായിട്ട് മാർക്ക് വരാറുള്ളത് ഈ ഏരിയയിൽ നിന്ന് 4 മാർക്കും ഈ ഏരിയയിൽ നിന്ന് 4 മാർക്കുമാണ്. ഇവിടെ 4 മാർക്കിന് പകരം 3+1 ആയും 2+2 ആയും മാറാറുണ്ട്. ഓക്കെ, 2016 മുതലുള്ള ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഓൾമോസ്റ്റ് 4 മാർക്ക് ട്രാൻസ്ഫോമർ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4 മാർക്കിന് ചോദിക്കും. 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ഭാഗം ട്രാൻസ്ഫോമർ ആണ്. റെഡി? ഇത്രയുമാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിവിഷൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ,
നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെന്റ് നോക്കാം. ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള എക്സ്പെരിമെന്റ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന കൺസെപ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ബാർ മാഗ്നറ്റ് ആവശ്യമാണ്, ഒരു സോളിനോയിഡ് ആവശ്യമാണ്, മൂന്നാമതായിട്ട് ഒരു ഗാൽവനോമീറ്റർ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക്. ബാർ മാഗ്നറ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് നോർത്ത് പോളും സൗത്ത് പോളും, ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ് ആണ്. ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. റെഡി? സോളിനോയിഡ് എന്താണ്? സോളിനോയിഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല. സോളിനോയിഡ് എന്ന് പറയുന്നത് ഒരു സർപ്പിളാകൃതി, ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയിട്ടുള്ള കണ്ടക്ടിങ് വയേഴ്സിന്, ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയേഴ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആവശ്യമുണ്ട്, ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിന് പകരമായിട്ട് നമുക്കിവിടെ അമ്മീറ്റർ ഉപയോഗിച്ചൂടെ? അമ്മീറ്റർ നമ്മൾ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഞാനിവിടെ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നില്ല? അതും നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഈ എക്സ്പെരിമെന്റ് കഴിയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കും. റെഡി? എങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. എക്സ്പെരിമെന്റിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ എക്സ്പെരിമെന്റിന്റെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ചിത്രം കാണുവാൻ കഴിയും. എക്സ്പെരിമെന്റിന്റെ ഒരു ഫിഗറാണ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ചെയ്യുന്നത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം ഒരു ബാർ മാഗ്നറ്റ് ആണ്, ഒരു സോളിനോയിഡ് ആണ്. സോളിനോയിഡ് ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ആണ്. ആ സർക്യൂട്ടിൽ നമ്മൾ കറണ്ടിന്റെ പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗാൽവനോമീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. റെഡി? മറ്റൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം എടുക്കുക. ഒരു ബാർ മാഗ്നറ്റ് ഞാൻ ആദ്യം സോളിനോയിഡിന്റെ എ എന്ന് പറയുന്ന പോയിന്റിന് അടുത്തായിട്ട് ഈ ബാർ മാഗ്നറ്റ് ഞാൻ റെസ്റ്റ്, അതായത് നിശ്ചലാവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബാർ മാഗ്നറ്റ് ഇതിനുള്ളിലേക്കും എന്നിട്ട് അതിന് ശേഷം അതിന് പുറത്തേക്കുമായിട്ട് മാറ്റുന്നു. ആ സമയത്ത് ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ ബാർ മാഗ്നറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ, സോളിനോയിഡിന്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ സ്റ്റില്ലായിട്ട് വെക്കുന്നു, റെസ്റ്റിലായിട്ട് വെക്കുന്നു. നിശ്ചലാവസ്ഥയിൽ വെക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ ഒരു മാറ്റവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഓക്കെ, സർക്യൂട്ടിൽ ഒരു മാറ്റവും കാണാൻ കഴിയുന്നില്ല. കാരണം ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ല. ഇപ്പോഴും ഗാൽവനോമീറ്ററിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ സെക്കൻഡ് കേസ്, ഞാൻ ഫസ്റ്റ് കേസ് എടുത്തു, ഇത് റെസ്റ്റിൽ വെക്കുന്ന സമയമാണ്. എൻ്റെ സെക്കൻഡ് കേസിൽ ഞാൻ എൻ്റെ ഈ ബാർ മാഗ്നറ്റ് ഈ എ ബി എന്ന് പറയുന്ന സോളിനോയിഡിനുള്ളിലേക്ക്, സോളിനോയിഡ് ഒരു ചാലകമാണ്, സോളിനോയിഡ് ഒരു ഇൻസുലേറ്റഡ് ചാലകമാണ്. ഓക്കെ, ആ ചാലകത്തിനുള്ളിലേക്ക് ഞാൻ ഈ ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ബാർ മാഗ്നറ്റ് ആയിട്ട് നമുക്ക് ഈ മാർക്കറിനെ എടുക്കാം. ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഗാൽവനോമീറ്ററിൽ എപ്പോഴാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഉള്ളപ്പോഴല്ലേ? നമുക്ക് മനസ്സിലായി ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഇലക്ട്രിസിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇലക്ട്രിസിറ്റി ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. തിരിച്ച് ഞാൻ ഈ ബാർ മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ തിരിച്ച്
ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് പോസിറ്റീവ് സൈഡിലേക്കും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് സൈഡിലേക്കുമായിരുന്നു എൻ്റെ ഡിഫ്ലക്ഷൻ കാണിച്ചിരുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായ കാര്യം ഇത്രയും മാത്രമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, കാന്തിക ബലരേഖകളുള്ള ഒരു ബാർ മാഗ്നറ്റ്. ആ ബാർ മാഗ്നറ്റ് ഒരു സോളിനോയിഡിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ചാലകത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കിവിടെ ഇലക്ട്രിസിറ്റി അവിടെ എന്തിൽ ലഭിക്കുന്നുണ്ട്? ചാലകത്തിൽ ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നാക്കി പറയുകയാണെങ്കിൽ, ഒരു ചാലകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാന്തിക ബലരേഖകൾക്ക്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരുന്ന സമയത്ത് എങ്ങനെയാണ് മാറ്റം വരുന്നത്? ഞാൻ ഒന്നുകിൽ മാഗ്നറ്റോ അല്ലെങ്കിൽ സോളിനോയിഡോ ചലിപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ കാന്തിക ബലരേഖകൾക്ക് മാറ്റം വരുന്നുണ്ട്, അല്ലെ? കാന്തിക ബലരേഖകൾക്ക് ഇവിടെ കട്ടിങ് വരുന്നില്ലേ? ഇവിടെ കട്ട് ചെയ്യപ്പെടുന്നില്ലേ? ഇവിടെ മാറ്റങ്ങൾ വരുന്നില്ലേ? മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മാറ്റം വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു വൈദ്യുതി ഇവിടെ പ്രേരിതമാവുന്നുണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വൈദ്യുതിയെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കുന്നു, അഥവാ പ്രേരിത കറണ്ട് എന്ന് പറയുന്നു. ഓക്കെ, പ്രേരിത വൈദ്യുതി എന്ന് പറയുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫിന് അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നും പ്രേരിത ഇ എം എഫ് എന്നും പറയുന്നു. ഓക്കെ, ഇങ്ങനെ കറണ്ട് ഉണ്ടാവുന്ന, അതായത് ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിലേക്ക് നീക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പ്രേരിത വൈദ്യുതി ഉണ്ടാവുന്ന പ്രതിഭാസത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്നത്. ഇത് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് 1831 മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന കൺസെപ്റ്റും ലോകത്തിന് മുന്നിലായിട്ട് അവതരിപ്പിച്ചത്. ഓക്കെ, ഇതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആയിരുന്നു. നമുക്ക് മൈക്കൽ ഫാരഡെ ആണ് ഇമ്പോർട്ടന്റ്. 1831 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് മൈക്കൽ ഫാരഡെ ആണ്. ഓക്കെ, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇത്രയുമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. നമുക്ക് ഒന്നുകൂടെ പറയാം. കാന്തിക ബലരേഖകളുണ്ട് ബാർ മാഗ്നറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന. ഈ കാന്തിക ബലരേഖകൾ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ കാന്തിക ബലരേഖകൾ മൂവ്മെന്റ് കാരണം ഇവയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ, അതായത് കാന്തിക ബലരേഖകൾ കട്ടാവുകയാണെങ്കിൽ, കട്ടാക്കുന്ന കണ്ടക്ടറിൽ അല്ലെങ്കിൽ ചാലകത്തിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ആ കറണ്ടിനെ നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് കറണ്ട് അഥവാ പ്രേരിത വൈദ്യുതി എന്ന്. അവിടെ ഉണ്ടാവുന്ന ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടതയെ നമ്മൾ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ പ്രേരിത ഇ എം എഫ് എന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. റെഡി? ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിൽ ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് വളരെയധികം വാല്യൂ കുറവുള്ള ഒരു വൈദ്യുതിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എങ്ങനെയാണ് നമുക്കിവിടെ പ്രേരിത വൈദ്യുതിയെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? അതായത് നമുക്കിവിടെ ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ഇവിടെ പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നത്? ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്ര കട്ടാവുന്നോ അത്രയും പ്രേരിത വൈദ്യുതി അല്ലേ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പ്രേരിത വൈദ്യുതി ഇവിടെ കൂട്ടണമെങ്കിൽ, പ്രേരിത വൈദ്യുതി കൂട്ടിക്കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മാറ്റമുണ്ടാകുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അളവും എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടണം. പ്രധാനമായും 3 പോയിന്റുകളാണ് ഇവിടെയുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് ബാർ മാഗ്നറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് സോളിനോയിഡുമായിട്ട് ബന്ധമുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് ഇവ രണ്ടുമായിട്ട് ബന്ധമുള്ളതാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി, ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. എങ്ങനെയാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് വർദ്ധിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ബാർ മാഗ്നറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ലഭിക്കുന്നത് നമുക്കറിയാം, ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലായിട്ട് കട്ടാവുന്നുണ്ടോ, ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉള്ള, അതായത് കൂടുതൽ കാന്തിക ബലരേഖകളുള്ള
മാഗ്നറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് കൂടുതൽ പവറുള്ള മാഗ്നറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് കാന്തിക ബലരേഖകൾ കട്ടാവുന്നുണ്ട്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതലായിട്ട് കട്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് വൈദ്യുതി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യത്തെ പോയിന്റായി കൂടുതൽ പവറുള്ള, കൂടുതൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉള്ള, കൂടുതൽ കാന്തിക ബലരേഖകളുള്ള കാന്തം നമ്മൾ ഉപയോഗിക്കുക. ഒന്നാമത്തെ പോയിന്റ് ആണ്. റെഡി? രണ്ടാമത്തെ പോയിന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതിന് തൊട്ടടുത്തുള്ള ആളുമായിട്ട്, സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ സോളിനോയിഡിൽ നമ്മൾ പറയുന്നത്? ഇവിടെ കൂടുതലായിട്ട് കാന്തിക ബലരേഖകൾ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ്, അതായത് ചുറ്റുകളുടെ എണ്ണം, ഇവിടെ 6 ചുറ്റുകളാണുള്ളത്. ഇതിന് പകരമായിട്ട് 10, 12, 15 ചുറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ കൂടുതൽ കാന്തിക ബലരേഖകൾ ഇവിടെ എന്ത് ചെയ്യപ്പെടും? കട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടും. നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആയി സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കിവിടെ കിട്ടുന്ന കറണ്ടിന്റെ അളവും വർദ്ധിക്കും. റെഡി? ആദ്യ 2 കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കേസാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു ബാർ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ പോയിന്റ്, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇവ രണ്ടും കൂടി ചേർന്നതാണ്. എന്തായിരിക്കും അത്? ഇവിടെ നമ്മൾ കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാർ മാഗ്നറ്റിന്റെ മൂവ്മെന്റ്, ബാർ മാഗ്നറ്റിന്റെ സോളിനോയിഡിലേക്കുള്ള മൂവ്മെന്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ഇനി നമുക്ക് മൂന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ബാർ മാഗ്നറ്റ് ഞാൻ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന സ്പീഡ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കട്ടിങ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മാറ്റം കൂടുതലാവും. ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്ന സ്പീഡും പുറത്തേക്ക് എടുക്കുന്ന സ്പീഡും കൂടുതലാക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതിന്റെ അളവ് എന്ത് സംഭവിക്കും? വർദ്ധിക്കും. ആ സമയത്തും എനിക്ക് എന്ത് ലഭിക്കും? ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിയും. അപ്പൊ 3 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ഇൻഡ്യൂസ്ഡ് കറണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പോയിന്റ് ബാർ മാഗ്നറ്റ്, പവറുള്ള ബാർ മാഗ്നറ്റുകൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള സോളിനോയിഡ് ഉപയോഗിക്കുക. മൂന്നാമത്തെ പോയിന്റ് ഇവ രണ്ടും കൂടി ചേർന്നാണ് എന്തായിരുന്നു? ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, ആപേക്ഷിക ചലനത്തിന്റെ സ്പീഡ് എന്ത് ചെയ്യാൻ നമ്മൾ വീണ്ടും വർദ്ധിപ്പിക്കുക. അങ്ങനെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുന്നുണ്ട്. അതുവഴി കൂടുതലായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? കറണ്ട് ലഭിക്കുകയും ചെയ്യും. ഇത്രയുമാണ് നമ്മളുടെ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 വഴികളാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളെ സർക്യൂട്ടിൽ നമ്മൾ ഗാൽവനോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അമ്മീറ്റർ യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്കായിട്ട് ഞാൻ പറയാം. നമ്മളെ സർക്യൂട്ടിൽ ബാർ മാഗ്നറ്റ് ഉള്ളോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഒരു സൈഡിലേക്കായിരുന്നു. ഞാൻ ബാർ മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നത് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് 2 ഡയറക്ഷനിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഒന്ന് നെഗറ്റീവ് ഡയറക്ഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അമ്മീറ്ററിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡയറക്ഷൻ മാറ്റി കാണാൻ കഴിയുന്നില്ല. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ കാണാം, അമ്മീറ്റർ ഒരു സൈഡിലാണ് റീഡിംഗ് ഉള്ളത്. എപ്പോഴും നമുക്ക് എന്ത് കാണാൻ കഴിയുള്ളൂ? അമ്മീറ്ററിൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണാൻ കഴിയില്ല. ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്. മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 2 ഡയറക്ഷനുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ ലഭിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 ഡയറക്ഷനുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, എയും സിയും കൂടി ചേർത്തിട്ട് ഞാനിവിടെ AC എന്ന് ഡിനോട്ട് ചെയ്തു. ആൾട്ടർനേറ്റിംഗ് കറണ്ട്. മലയാളത്തിൽ ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? പ്രത്യാവർത്തി ധാര വൈദ്യുതി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിശ മാറാത്ത കറണ്ട് ഉണ്ടാവുമല്ലോ, ഡയറക്ഷൻ മാറാത്ത കറണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഈ ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് മാത്രമാണ് കൊണ്ടുപോകുന്നെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏത് രീതിയിലുള്ളതായിരിക്കും? ഒരേ ഡയറക്ഷനിൽ മാത്രമുള്ളതായിരിക്കും. അങ്ങനെയുള്ള കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്. അതായത് ദിശ മാറാത്ത കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട് അഥവാ DC എന്ന് പറയും. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ആണ്. ഇതിനെ മലയാളത്തിൽ നമ്മൾ എന്തു പറയും? നേർധാര വൈദ്യുതി എന്ന് പറയും. ക്ലിയർ? പ്രത്യാവർത്തി ധാരാ വൈദ്യുതി, നേർധാരാ വൈദ്യുതി എഴുതാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ചാപ്റ്ററിൽ AC എന്നും DC എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിലും മലയാളം മീഡിയത്തിനാണെങ്കിലും. ക്ലിയർ? രണ്ട് ടൈപ്പ് കറണ്ട് ഉണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, ഡയറക്റ്റ് കറണ്ട് ഉണ്ട്. ദിശ മാറുന്ന, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? AC കറണ്ട് അല്ലെങ്കിൽ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി എന്ന്. ഡയറക്ഷൻ മാറാത്ത കറണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാരാ വൈദ്യുതി എന്ന്. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു കാണും. ഇത് 2020 ആനുവൽ എക്സാമിന് തൊട്ട് മുമ്പുള്ള അക്കാദമിക് ഇയറിലെ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ചോദ്യം മറ്റൊന്നുമില്ല, നമ്മളുടെ കയ്യിൽ ആ എക്സ്പെരിമെന്റ് ഉണ്ട്. എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള എക്സ്പെരിമെന്റ് തന്നെയാണ്. ഓക്കെ, ആ ബാർ മാഗ്നറ്റ് ഞാൻ സോളിനോയിഡിനുള്ളിലേക്ക് നീക്കുന്നുണ്ട്, പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതിൽ ഏത് സമയത്തായിരിക്കും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏത് സമയത്താണ് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ ഉണ്ടാവുന്നത്? ഏത് സമയത്തായിരിക്കും ഉണ്ടാവുന്നത്? ഗാൽവനോമീറ്ററും സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഏത് സമയത്തൊക്കെ ഉണ്ടോ ആ സമയത്തൊക്കെയും നമുക്ക് എന്ത് ലഭിക്കും? ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് ഏത് പ്രതിഭാസമാണ്, ഏത് സയന്റിഫിക് ഫിനോമിനയാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ആൻസർ അറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. പക്ഷെ ആൻസർ എഴുതുന്ന സമയത്ത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക നിങ്ങളുടെ ആൻസർ പേപ്പറിൽ. വളരെയധികം നല്ലതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഇതിന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് പറയാനുണ്ട്. ജനറേറ്റർ ഇതിന്റെ എക്സാമ്പിൾ ആണ്. റെഡി? ഇത്രയുമാണ് ഈ ചോദ്യത്തിൽ നിന്നുള്ളത്. 4 മാർക്കിന്റെ ചോദ്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. റെഡി? ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞു ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന്. ഡയറക്ഷൻ കാണുന്നതിന് വേണ്ടിയിട്ട്, ഇവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്തുപയോഗിക്കുന്നത്? ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. നമുക്ക് മനസ്സിലായി ഇൻഡ്യൂസ്ഡ് കറണ്ടിന് 2 ഡയറക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന്. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ ഇവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അത് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിരുന്ന ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇതിന് ഉപയോഗിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അറിയപ്പെടുന്നത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്നാണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റൂള് പ്രൊപ്പോസ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് സെക്കൻഡ് ചാപ്റ്ററിലും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുന്നുണ്ട്, തമ്പ് റൂൾ പഠിക്കുന്നുണ്ട്, സ്ക്രൂ റൂൾ പഠിക്കുന്നുണ്ട്.
കൺഫ്യൂഷൻ ആവരുത്. ഓരോ ചാപ്റ്ററിലുള്ള റൂളുകളും ആ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി മാത്രമാണ്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ഹാൻഡിലുള്ള 3 വിരലുകൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ലെഫ്റ്റ് ഹാൻഡ് റൂൾ ചെയ്തതുപോലെ 3 വിരലുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളുടെ തമ്പ് ആവശ്യമുണ്ട്, 4 ഫിംഗർ ആവശ്യമുണ്ട്, മിഡിൽ ഫിംഗർ ആവശ്യമുണ്ട്. ഇവ 3ഉം പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, അതായത് ഒരു വിരൽ മറ്റൊരു വിരലിന് ലംബമാകുന്ന രീതിയിൽ നമ്മൾ പിടിക്കുകയാണ്. ഓക്കെ, ലംബമാവുന്ന രീതിയിൽ നമ്മൾ പിടിക്കുകയാണ്. നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, എക്സ്പെരിമെന്റിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു ഇല്ലേ, ഒന്ന് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, മൂന്നാമത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇലക്ട്രിസിറ്റി ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ 4 ഫിംഗർ ഞാൻ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വെക്കുകയാണ്. എൻ്റെ തമ്പ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ മോഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 വിരലിനും പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ടുള്ള എൻ്റെ മിഡിൽ ഫിംഗർ ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇത്രയാണ് പറഞ്ഞത്. 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആണ്. റെഡി? തമ്പ് എന്ന് പറയുന്നത് അഥവാ പെരുവിരൽ എന്ന് പറയുന്നത് മോഷൻ ഓഫ് കണ്ടക്ടർ ആണ്, കണ്ടക്ടറിന്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഫിംഗർ ആണ് നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് നൽകുന്നത്. റെഡി? ഇത്രയുമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തിരുന്നിട്ടുള്ള ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് കാണും. ചോദ്യം ഇത്ര മാത്രമാണ്. എൻ്റെ 2 ഭാഗത്തായിട്ട് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളുമുള്ള 2 ബാർ മാഗ്നറ്റുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഇതിന് നടുവിലായിട്ട് ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിൽ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ചാലകം അഥവാ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ അല്ലെങ്കിൽ കാന്തിക ബലരേഖയിൽ വെച്ചിട്ടുള്ള ഈ ചാലകത്തിന് ഞാനൊരു ചലനം കൊടുക്കുകയാണ്. ഓക്കെ, ഒരു മൂവ്മെന്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം വഴി ഈ ചാലകത്തിൽ ഒരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ പ്രേരിതമാക്കപ്പെടും എന്ന് നമുക്കറിയാം. ഏത് ദിശയിലായിരിക്കും ഇതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈദ്യുതിക്ക് ഉണ്ടാവുക? അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. എന്തൊക്കെയാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളിൽ പറഞ്ഞിരുന്നത്? 4 ഫിംഗറിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ 4 ഫിംഗർ ഉപയോഗിക്കുകയാണ്. 4 ഫിംഗർ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് അല്ലെ, നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എൻ്റെ ഡയറക്ഷൻ വരുന്നത്. അടുത്തതായിട്ട് തമ്പാണ് ഞാൻ എന്ത് പറയുന്നത്? മോഷൻ ഓഫ് ദി കണ്ടക്ടർ പറയുന്നത്. തമ്പ് എങ്ങനെയാണ് നിൽക്കുന്നത്? മുകളിലേക്കാണ്. കണ്ടക്ടറിന്റെ മോഷൻ മുകളിലേക്കാണ്. സോ ഞാൻ എൻ്റെ തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വെച്ചു? മുകളിലേക്ക് വെച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മിഡിൽ ഫിംഗർ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ നോർത്ത് സൈഡ്, എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോർത്ത് പോളുണ്ട്, എൻ്റെ സൗത്ത് സൈഡിൽ എൻ്റെ ഫ്രണ്ടിലായിട്ട് സൗത്ത് പോളും ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. കണ്ടക്ടർ മുകളിലേക്കാണ് ചലിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിന്റെ ചലനം പറയുന്നത് ഏതാണ്?
തമ്പാണ്. സോ എൻ്റെ ചലനം എങ്ങോട്ടായിരിക്കും? തമ്പ് മുകളിലെ ഡയറക്ഷനിലേക്കായിരിക്കും. എൻ്റെ ഫോർ ഫിംഗർ എങ്ങോട്ടായിരിക്കും? ഫ്രണ്ടിലേക്കായിരിക്കും. നോർത്ത് നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മിഡിൽ ഫിംഗർ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. എൻ്റെ മാർക്കറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് ടോപ്പിലേക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നോക്കാവുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത് B2A ആണ്. ഇതിന് കാരണമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരിക്കലും ബൈഹാർട്ട് ആക്കിയിട്ട് നമ്മൾ പഠിക്കരുത്. കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാം. റെഡി? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട AC ജനറേറ്ററും DC ജനറേറ്ററും നമുക്ക് ഡിസ്കസ് ചെയ്യാം.